വീണ്ടും റിയാസിലേക്ക് പോകുന്നു. വയനാട്ടിലേക്ക് റിയാസ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും ചിട്ടയായുള്ള രക്ഷാപ്രവർത്തനം ഫലം കാണും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ശ്രമകരമായ നീക്കം. ബെയിലി പാലം തുറന്നതോടെ അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ കടത്തിവിട്ട് ആ മേഖലയിലേക്ക് ചെന്ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത്. എങ്ങനെയാണ് 4-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ അവർ ക്രമീകരിച്ചിരിക്കുന്നത്? ഇവിടെ 4-ാം ദിനം വളരെ സജീവമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ മുകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. രാവിലെയൊന്നും മഴയില്ലായിരുന്നു. ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയെല്ലാം തന്നെ പോലീസും ഫയർഫോഴ്സും ഒപ്പം സൈനികരും എല്ലാം ചേർന്നുള്ള ഒരു ദൗത്യമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പുഴയുടെ അടുത്ത് ചൂരൽമലയിലെ കഴിഞ്ഞ നമുക്ക് ഇവിടെ അവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ചൂരൽമല പുഴയുടെ ആ ഭാഗത്ത് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇവിടെ രക്ഷാ ദൗത്യം എന്ന നിലയിലാണ് ഇപ്പോൾ അവർ അവിടെ നിൽക്കുന്നത്. ഇന്ന് പുഴയുടെ അടിവാരത്ത് തെരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം മറ്റു ഭാഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം, സ്കൂൾ പരിസരം തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അത്യാവശ്യം ഇതൊരു ജീപ്പ് ഇപ്പോൾ പാലത്തിലൂടെ കടത്തിവിടാൻ ഇല്ല. അത് അവിടേക്ക് മുണ്ടക്കൈയിലേക്ക് വെള്ളവും മറ്റും കൊണ്ടുപോകാനുള്ള ഒരു ജീപ്പ് അത് ഈ പാലത്തിലൂടെ ബെയിലി പാലത്തിലൂടെ കടത്തിവിടാനുള്ളൊരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അപ്പുറത്തേക്ക് പോവുകയാണ് ആ ജീപ്പ്. അതിൽ ഉള്ളത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റുമാണ് അവിടെയുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മുണ്ടക്കൈ, അതായത് ഈ ബെയിലി പാലം കടന്ന് ഒരു 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ മുണ്ടക്കൈയിൽ രക്ഷാദൗത്യം നടത്തുന്ന മേഖലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് വിദൂരതയിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്ന തേയിലത്തോട്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന രക്ഷാപ്രവർത്തകരെ നമുക്ക് കാണാം. ജിഷ്ണുവിൻ്റെ ക്യാമറ ദൃശ്യങ്ങൾ ഒരു പൊട്ടുപോലെ ഒരുപാട് മനുഷ്യർ അത് മഴക്കോട്ടുകൾ ധരിച്ച് അവിടെ രക്ഷാപ്രവർത്തകർ നടന്നു പോകുന്ന ഒരു കാഴ്ച. മഞ്ഞയും ഒപ്പം ഓറഞ്ചും നിറത്തിലുള്ള റെയിൻകോട്ടുകൾ ധരിച്ചു പോകുന്ന രക്ഷാപ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും സജീവമായ രക്ഷാദൗത്യമാണ് നടത്തുന്നത്. ആദ്യത്തെ മണിക്കൂറുകളിൽ മഴ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും കനത്തിരിക്കുന്ന ഒരു സാഹചര്യം. ബെയിലി പാലത്തിലേക്ക് ക്യാമറ തിരിക്കാൻ കഴിയുമോ? അതുവഴി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായും ബെയിലി പാലത്തിലേക്ക് ക്യാമറ പുഴയിൽ വലിയ കുത്തൊഴുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഫിജി, ഇപ്പോഴിതൊരു വാഹനം അതുവഴി ബെയിലി പാലത്തിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമുള്ള വാഹനം, പോലീസിൻ്റെ ഒരു വാഹനം, ഒരുപക്ഷെ അത് ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടേക്ക് അല്ല, അത് ഈ വശത്ത് തന്നെ നിർത്തിയിടാനുള്ളൊരു ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബെയിലിപ്പാലത്തിലേക്ക് കയറിക്കൊണ്ട് ആണ്. കാരണം കഴിഞ്ഞ ദിവസമൊന്നും ഇവിടെ വാഹനങ്ങൾ അധികം നിർത്തിയിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ ബെയിലിപ്പാലത്തിലേക്ക് ആ വാഹനം കയറ്റുകയാണ് പോലീസിൻ്റെ. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിർദ്ദേശങ്ങൾ നൽകി പോലീസുണ്ട്, സന്നദ്ധ സേവകരുണ്ട്, ഒപ്പം മറ്റ് ആളുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, എന്തായാലും അപ്പുറത്തെ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നു എന്ന് സംശയമുണ്ട്. കൃത്യമായി കാണണമെങ്കിൽ പുഴയിൽ താഴ്ഭാഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് ഫിജി തോന്നുന്നത്. എന്തായാലും ആ വാഹനം കയറ്റാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. പുഴയിൽ കുത്തൊഴുക്ക് കൂടിയിട്ടുണ്ട് ഫിജി. ഇപ്പോൾ
അത് മലയിൽ മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെയും മഴയുണ്ട്. മലയുടെ ഭാഗത്ത് മഴ ശക്തമാണ്. എന്തായാലും ഈ നടപ്പാലത്തിലൂടെ ഈ സാഹചര്യത്തിൽ ആളുകളെ കടത്തിവിടുന്നില്ല. നടപ്പാലത്തിൻ്റെ 2 വശത്തും പോലീസിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവനും അവരുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്താണ് ഇവിടെ ബെയിലി പാലത്തിലൂടെ പോലീസിൻ്റെ ആ വാഹനം കയറി അത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ ബെയിലി പാലത്തിൻ്റെ മറുവശത്ത് ഈ ഇതിൻ്റെ മുണ്ടക്കൈ ഭാഗത്ത് JCBയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു കാഴ്ച ഇക്കരെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ജീപ്പിന് പിന്നാലെ മറ്റൊരു വാഹനം അപ്പുറത്തേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷേ ഇവിടെ രക്ഷാപ്രവർത്തകരെ ഇറക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ മറുവശത്ത് മുണ്ടക്കൈ ഭാഗത്ത് അവിടെ പുഴയിലേക്ക് ഇറങ്ങുന്ന രക്ഷാപ്രവർത്തകരെ നമുക്ക് വിദൂരതയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ സൈന്യം മാത്രമാണോ അതോ മറ്റ് സംഘടനകളും സാമൂഹ്യ സേവന വ്യക്തികളും ഒക്കെ ഇതിൽ പങ്കാളികളാണോ? അവരാണോ ഈ മഴക്കോട്ടുമൊക്കെ ധരിച്ച് പോകുന്നത്? സൈന്യത്തിന് സേവനം ഈ ദിവസങ്ങളിൽ കൂടുതലായി ഉണ്ടാകുമോ? അവർ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച് അതിനെ യാത്ര സുഗമമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സേവന സന്നദ്ധരായ ആൾക്കാർ ഇവരോടൊപ്പം ചേരുന്നുണ്ടോ? സൈന്യമുണ്ട്, NDRF, ഒപ്പം മറ്റ് DST സംവിധാനമുണ്ട്, കോസ്റ്റ് ഗാർഡുണ്ട്, നേവിയുണ്ട്, MEG ഉണ്ട്. അങ്ങനെയുള്ള ഒരു സംഘമാണ്. 6 ക്ലസ്റ്ററുകളായാണ് 40 അംഗ ടീമാണ് ഒരു ക്ലസ്റ്ററിൽ തിരച്ചിൽ നടത്തുക. അപ്പോൾ ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരുമുണ്ട്. സൈന്യമാണ് എല്ലാത്തിനും പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത്. കാരണം അവരാണ് ഇത്രയും കൃത്യമായി ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഒരു പാലം തകർന്ന നിലയിൽ ഉള്ളതുപോലൊരു ദൃശ്യം നമുക്ക് കാണാം. ആ ഭാഗത്ത് നേരത്തെ കയർ കെട്ടിയായിരുന്നു ആളുകളെ അക്കരെ പെട്ടുപോയ മുണ്ടക്കൈ ഭാഗത്ത് പെട്ടുപോയ ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം, താൽക്കാലിക സംവിധാനം എന്ന രീതിയിൽ ഒരുക്കിയതായിരുന്നു അത്. ഇപ്പോൾ സൈന്യം പിന്നീട് നിർമ്മിച്ച 60 അടി നീളമുള്ള ഒരു നടപ്പാലമുണ്ട്. ഇപ്പോൾ പുഴയിൽ കുത്തൊഴുക്ക് കൂടിയ സാഹചര്യത്തിൽ ഈ നടപ്പാലം ഉപയോഗിക്കാൻ ആളുകളെ അനുവദിക്കുന്നില്ല. പകരം ബെയിലി പാലത്തിലൂടെ തന്നെ കടന്നു പോകാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. കാരണം അത് നടപ്പാലത്തിലൂടെ സ്ഥിരമായി ആളുകൾ കടന്നു പോകുന്നത് കൂടുതൽ അപകടം സൃഷ്ടിക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്. നമുക്ക് ഈ ബെയിലി പാലത്തിൻ്റെ മറുവശത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതലായി രക്ഷാദൗത്യവുമായി രക്ഷാദൗത്യം നടക്കുന്ന കാഴ്ചയും നമുക്ക്